ഹലോ ഗായ്സ്. അപ്പം ഗായ്സ്, ഇന്ന് എന്താ ഷാഹിൽ മോന് ചിരിച്ചിരിക്കണത്? ഇന്ന് അവനെ മരുന്ന് പ്രഷറൊക്കെ നോക്കാൻ വേണ്ടി സിസ്റ്റർമാർ വന്നിക്കണു. പിന്നെ ഈ ചിരിച്ചത് ഓലെ വണ്ടി കണ്ടിക്കാണ്ടാണ്. ഓനക്ക് അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടാൽ തന്നെ അതന്നെ ഹാപ്പിയാണ്. അപ്പോൾ വണ്ടി പോകണത് അതിലാരും ഹാപ്പിയാണ്. ഓൻ്റെ ജീവിതത്തിൽ അവനക്ക് രണ്ട് കാര്യങ്ങൾ നല്ല ഇഷ്ടമാണ്. ഒന്ന് വള്ളത്ത് കളിക്കുക, പിന്നെ വണ്ടിയിൽ യാത്ര പോവുക, വണ്ടി കാണുക, അങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇന്നിപ്പോൾ എന്താണാവോ നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ വേറെയുള്ളവരൊക്കെ വന്നാൽ പിന്നെ ഇങ്ങനല്ലേ കാര്യം, നമ്മളോട് വർത്തമാനം പറയുമ്പോഴൊക്കെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയ കാര്യം. ഇന്നിപ്പോൾ എന്താ അറിയില്ല, നല്ല ഹാപ്പിയിലായിരിക്കണത് സിസ്റ്ററൊക്കെ വന്നിട്ട്. ഇപ്പം എൻ്റെ പ്രഷറൊക്കെ നോക്കുകയാണ്. ഇപ്പം വേറെ ആരെങ്കിലും വന്ന് നിൽക്കാണ്ടോ ഞങ്ങളോ അല്ലേ കൈ ഇങ്ങനെ പിടിച്ചാൽ ഞങ്ങൾക്ക് തന്നെ 3 ചിലർക്ക് 1 സെക്കൻഡ് തന്നെ പിടിച്ചാൽ നിൽക്കും, ചിലർക്ക് പിടിച്ചാൽ കൊടുക്കാനല്ല. ഞങ്ങൾക്കാണെങ്കിൽ ഒരു 3 സെക്കൻഡൊക്കെ. സിസ്റ്ററിന് കുറേ നേരം അങ്ങനെ വെച്ചെടുത്തുകൊണ്ട് ഒറ്റ വലിയ കരം അല്ലെങ്കിൽ നല്ല ചിരിച്ച് ഹാപ്പിയിലായിട്ടാണ് തോന്നുന്നത് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാരണമുണ്ട്, അവൻ്റെ മുമ്പിലൊരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിക്കണു. പിന്നെ വണ്ടി കാണിച്ചു തരാൻ മറന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ വണ്ടി, ഹോം കെയർ പറഞ്ഞ വണ്ടിയാണ്. പിന്നെ ഓല് പാലിയേറ്റീവ് നിന്നാണ് വന്നിക്കണത്. ഓനിപ്പോൾ വലുതായി കാര്യമായിട്ട് എത്തോ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണതേ ഓനിപ്പോൾ ഓനെ വണ്ടി കൊണ്ടാവില്ല കരുതിക്കാരം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിക്കണ്. കുളി കഴിഞ്ഞാൽ അപ്പം ഡ്രസ്സ് ഇട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് കൈയൊക്കെ തരുന്നാലും സന്തോഷമൊക്കെ കാരം. ഓൻ്റെ വിചാരം ഓനെ ഒടുക്കേന്ന് കൊണ്ടാവുകയാണ് എന്നുവെച്ചാരം. ഓന് ഒരു ദിവസം 2-3-4 വട്ടമൊക്കെ കുളിക്കും. അപ്പോൾ ഓൻ കരുതും, അപ്പോഴൊക്കെ ഡ്രസ്സ് മാറ്റുമ്പോൾ ഓൻ കരുതും ഓനെടുക്കെങ്കിലും കൊണ്ടാവാൻ മാറ്റിയേക്കാരം. അപ്പോൾ നല്ല സന്തോഷത്തിലേക്കാരം. ഇപ്പം ഇമ്മ പുറത്തേക്ക് ഇറങ്ങിക്കാണ്ട് ഓനെ പറ്റിച്ചാൻ വേണ്ടി വണ്ടി പോകണ പോലെ കാട്ടി. പിന്നെ ഓനെ കൊണ്ടാവുകയും കരുതി. ഇപ്പം ചെറുതായൊരു സംശയമുണ്ട്. അപ്പം ചിരിച്ചിട്ടുണ്ട്. ഓൻ കരുതി ഓനെ കൊണ്ടാവുന്നു. ഓനെ കൊണ്ടാവുന്നില്ല മനസ്സിലായ അപ്പം എക്സ്പ്രഷൻ മാറിക്കാണ്ട് ചെറിയൊക്കെ പോകും. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നിങ്ങൾ ലൈവായിട്ടാണ് കണ്ടോളി. ഞാനിപ്പോൾ സിസ്റ്റർ തോണ്ടുമ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ നോക്കണൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിത് തോണ്ടണമെങ്കിൽ ചിലപ്പോഴെങ്കിലൊക്കെ നോക്കുള്ളൂ. എനിക്ക് ആ സിസ്റ്റർ നല്ല ഇഷ്ടമായിക്കണോ തോന്നുന്നത്. പിന്നെ ഓൻ ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോഴേ പിന്നെ വാപ്പൊക്കെ പീടിയിൽ പോയിക്കൊണ്ട് പള്ളിയിൽ പോയിക്കൊക്കെ വരുമ്പോൾ കാലോട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ വാപ്പ വന്നു എന്ന് മനസ്സിലായിക്കണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ഓൻ്റെ ചെറുതായി പോകുന്നുണ്ട്. ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഈ വണ്ടി പോകുമ്പോൾ പറ്റാണ് പോകും. പിന്നെ മറ്റേ കുയിന്തട്ടും ഞങ്ങളോടൊക്കെ വണ്ടി എത്തിനാ പോയത് പറഞ്ഞിക്കാണ്ട്. ഓനെ വണ്ടി കൊണ്ടാവണില്ലല്ലോ, അതുകൊണ്ടാണ്. ഓൻ്റെ വിചാരം വണ്ടി തന്നെ എപ്പോഴും വണ്ടി തന്നെ ഓനെ കൊണ്ടാവാനാണ് എന്നാണ്. വണ്ടി വന്നാൽ പിന്നെ ഞാനൊന്ന് കൈയാട്ടിയാലും കൂടിയില്ലേ എൻ്റെ ആണ് നീച്ചാനാ നിൽക്കും. എനിക്ക് നീപ്പിച്ചാൻ വയ്ക്കൂല. ഓനിപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് കേട്ടാലോ വണ്ടി കണ്ടാലോ അല്ലേ ഓന് കസാല കുത്തിറക്കാണ്. ഇപ്പം ആര് കൈയാട്ടിയാലും ഓന് നീച്ചും ഓലപ്പം വണ്ടി പോവാൻ വേണ്ടി. വണ്ടി പോകണ നല്ല ഇഷ്ടമാണ്. പിന്നെ കുറേ നേരം കുത്തിറക്കുമ്പോൾ മറ്റേ ചൂടെടുത്ത് കണ്ടൊക്കെ മതിയാവും. സിസ്റ്ററായ അടിയിൽ മുഖമൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ഓനക്ക് സിസ്റ്ററിനെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണു. ഓനിപ്പോൾ ഈ അന്തം വിട്ടിരിക്കണത് ഓനെ കൊണ്ടാവൂലേ കരുതിക്കാണ്ടാണ്. ഇപ്പം എൻ്റെ അടുത്ത് ചെറിയും തുടങ്ങിയിരിക്കണു. പിന്നെ അതൊക്കെ സിസ്റ്ററോട് വർത്തമാനം പറഞ്ഞ് സിസ്റ്റർ ഓനൊക്കെ കളിപ്പിച്ചേനു. ഓനക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണു സിസ്റ്ററെ. ഇന്നിപ്പോൾ ഓനക്ക് നല്ല ദിവസമാണ്. ഇങ്ങനെയൊക്കെ ചിലപ്പെങ്കിലേ ഇങ്ങനെയൊക്കെ ചിരിച്ചുകാണ്ടൊക്കെ ഉണ്ടാവല്ലേ ഉള്ളൂ. സിസ്റ്റർ എന്തൊക്കെയോ അവനോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
അതാണ് ശ്രദ്ധിച്ചിങ്ങനെ തല പൊന്തിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഓനെ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ അല്ലേ അവൻ്റെ വലത് കൈയിൻ്റെ മേൽഭാഗം കുറേ കടിച്ച് മുറിയാക്കും. അതാ അപ്പോൾ സിസ്റ്റർ അവനോട് ഞാൻ ചോദിച്ചിരുന്നത്. അവന് കടിച്ച അപ്പം അവിടുന്ന് ബ്ലഡ് വരും. സന്തോഷം കൊണ്ടൊക്കെ ചില നേരത്ത് ഇങ്ങനെ തലമൊക്കെ ഇങ്ങനെ തല്ലും. ഇപ്പോൾ ബാക്കിൽ നിന്ന് വാപ്പ ഒന്നിങ്ങനെ വിളിച്ചു. അതാണ് ബാക്കിക്ക് ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനിപ്പോൾ വണ്ടി കൊണ്ടാവുക അങ്ങനെയാണ്. വണ്ടിയാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം. അവൻ ബാക്കിക്ക് നോക്കണ വാപ്പ അവനെ വണ്ടിക്ക് എടുത്തേക്കാൻ വരുന്നുണ്ടോയെന്നാണ്. പിന്നെ വണ്ടി പോയപ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയൊക്കെ പോയി വാടിക്കണോ. ഓനിപ്പോൾ ഇരിക്കണ കണ്ടാലേ ആ സിസ്റ്റർ പോയിൻ്റെ സങ്കടം തോന്നും. ശരിക്കും അതല്ല, ശരിക്കും ആ വണ്ടി പോയിൻ്റെ സങ്കടമാണ്. ആ വണ്ടിമ്മക്ക് ഇങ്ങനെ നോക്കണ്ടോന് സങ്കടപ്പെട്ടിക്കാണ്ട്. ഓൻ കരുതിയത് ഓനെ ആ വണ്ടി കൊണ്ടാവാൻ വന്നതാണ് കരുതിയിരിക്കണേ. അതേക്കാരം ആ കൈയൊക്കെ ശരിക്കും ഇങ്ങനെ വെച്ചെടുത്തത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.